ശിവായ നമഃ ഓം നമഃ ശിവായ ശിവശംഭോ ശംഭോ. വേഗം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അതുകൊണ്ടാട്ടോ മുഖമൊക്കെ ഇങ്ങനെ വാടിയിരിക്കുന്നത്. രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് പുറപ്പെട്ടു പോണതിൻ്റെ ഒരു ക്ഷീണമാണ് ആ മുഖത്ത് കാണുന്നത്. ചെന്നൈ സെൻട്രലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാരീസ് കോർണർ. പാരീസ് കോർണറിലെ മിൻ സ്ട്രീറ്റിലാണ് ഈ പറയുന്ന ശിവക്കോവിൽ, അതായത് ശിവൻ ടെമ്പിൾ ഉള്ളത്. ഈ ശിവൻ കോവിൽ എപ്പോഴാണ് ബിൽഡ് ചെയ്തതെന്നറിയോ? 1680, അതായത് 1680s ബിൽഡ് ചെയ്തതാണ് ഈ ശിവൻ കോവിൽ. എത്ര വർഷം പഴക്കമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ കുംഭാഭിഷേകം വളരെ ഗംഭീരമായി അവരെല്ലാ വർഷവും നടത്തുന്നുണ്ട്. പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പോയി അറ്റൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചെന്നൈ സെൻട്രൽ. ഈ സെൻട്രൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തിനാണ് കാണിക്കണമെന്നറിയോ? ചെന്നൈൻ്റെ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു സ്റ്റേറ്റിലും എയർപോർട്ടിൽ പോയി ഇറങ്ങുന്നതിനേക്കാളും ഒരു ഗുമ്മില്ലേ സ്റ്റേഷൻ കാണുമ്പോഴാണ് നമ്മുടെ മൈൻഡ് തന്നെ പ്രിപ്പയർഡ് ആവുന്നത്. ആ സ്റ്റേറ്റ് മാറിയെന്ന്. എയർപോർട്ടിൽ ഇറങ്ങുന്നതിനേക്കാളും എനിക്ക് അങ്ങനെ ഒരു ഫീൽ വരാറുണ്ട്. റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോഴാണ് കൂടുതൽ സ്റ്റേറ്റ് മാറിയ ഒരു ഫീൽ കിട്ടുന്നത്. നിങ്ങൾക്കും അങ്ങനെയാണോ എന്നുള്ളത് എന്നോട് പറയണേ. അപ്പോൾ നമ്മൾ പതുക്കെ സെൻട്രൽ കഴിഞ്ഞതും നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് പാരീസ് കോർണറിലേക്കാണ്. പാരീസ് കോർണറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വളവും തിരിവും വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാർ പാർക്കിംഗ് ആണ്. പിന്നെ അകത്തേക്ക് കാറിന് പ്രവേശനമില്ല കേട്ടോ. ഒരു 1/2 കിലോമീറ്ററോളം നടക്കണം. ഒരുപാടൊന്നുമില്ല, ഒരു 5 മിനിറ്റ്സ്. ഈ പാരീസ് കോർണറിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒരുപാട് ഹോൾസെയിൽ ഷോപ്സൊക്കെ ഉള്ള ഒരു ഏരിയയാണിത്. ഇവിടെ കിട്ടാത്ത ഒരു ഐറ്റവും ഇല്ല. ഇവിടുന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ടാണ് നമ്മുടെ അടുത്തുള്ള ഷോപ്സിലൊക്കെ റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര ചീപ്പാട്ടോ. ഇവിടെ എന്തെല്ലാം ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടും. ലെഹങ്കാസ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, സാരീസ്, പിന്നെ ക്രോക്കറി ഐറ്റംസ്, പേപ്പർ ബാഗ്സ്, വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ്സ്, അങ്ങനെ ഒരുപാട് എന്ത് വേണമെങ്കിലും ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ പാരീസ് കോർണർ. കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ഇവിടെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. കടകൾ ഓപ്പൺ ആയതിനു ശേഷം ഞാൻ വേറൊരു ദിവസം വ്ലോഗ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ഫോക്കസ് നമ്മുടെ കുംഭാഭിഷേകമാണ്. അപ്പോൾ പതുക്കെ എവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം 2 അടി മുന്നോട്ട് നടക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ഇക്കംബരേശ്വർ ടെമ്പിൾ. ഇവിടെയാണ് കുംഭാഭിഷേകം നടക്കുന്നത്. നാളെയാണ് കുംഭാഭിഷേകം മെയിനായിട്ട് നടത്തുന്നത്. ഇന്ന് തലേന്ന് പ്രിപ്പറേഷനാണ് ഇതെല്ലാം. അയ്യരുമാരെല്ലാവരും വന്നിട്ട് നേരത്തെ തന്നെ ഹോമകുട്ടങ്ങളെല്ലാം ഒരുക്കി ഹോമം പതുക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് ഡെക്കറേഷൻസും ഇതുപോലുള്ള പ്രിപ്പറേഷൻസും എല്ലാം നടക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് എടുത്തു പറഞ്ഞ് പറയാൻ അറിയില്ല കേട്ടോ, ഏതൊക്കെയാണെന്നൊക്കെ. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഇതിനോട് ചേർന്നിട്ട് വേറൊരു ഹോളുണ്ട്. അവിടെയാണെങ്കിൽ ഹോമം തുടങ്ങിക്കഴിഞ്ഞു. മൈക്കിൽ നന്നായിട്ട് ചാൻറ്റിങ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതാണ് കൊടിമരം. ഇത് പുഷ്പങ്ങളെല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഈ കുംഭാഭിഷേകത്തിനോടനുബന്ധിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഭക്തജനങ്ങളെല്ലാം വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മഞ്ഞപ്പൈ എന്നാണ് അവർ പറയുക. ഇതൊരു കിറ്റാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഭക്തജനങ്ങൾക്ക്. ഇതിൽ ഐറ്റംസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. തൊഴുത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തൊട്ടടുത്ത കടയിൽ നിന്ന് ബദാം മിൽക്ക് വാങ്ങിച്ച് കാറിൻ്റെ അടുത്തേക്ക് നടക്കുകയായിരുന്നു. ഇത്രയും ദൂരം നടന്നാൽ മതി. കുറച്ച് മുന്നോട്ട് നടന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ തന്നെ നമ്മൾ പാർക്കിംഗ് ആയി. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണെന്ന് അന്വേഷിച്ചു. നിങ്ങൾക്ക് മനസ്സിലായ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അന്വേഷണവും അതിൻ്റെ ആ പ്രവർത്തന രീതിയും എല്ലാം കണ്ടതിന് ശേഷം ഞാൻ വണ്ടി കയറി. ഇനി കിറ്റ് തുറന്ന് നോക്കാം. ഈ കിറ്റിൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ആദ്യമേ തന്നെ അവിടെയുള്ള ദേവീൻ്റെ ഒരു ഫോട്ടോയും കൂടാണ്ട് ഒരു പാക്കറ്റിൽ മിക്സ്ചറും ലഡ്ഡും, പിന്നെ ഒരു തട്ടും, ഒരു ബാദുഷ, കുറച്ച് ഭസ്മം, ഒരു മാതള നാരങ്ങ, ഇത്രയുമാണ് ഈ കിറ്റിലുണ്ടായിരുന്നത്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ശേഷം ഒരുപാട് ഭക്തിയോടുകൂടിയും പ്രാർത്ഥനകളോടുകൂടിയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് മടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുംഭാഭിഷേകം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.